ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഒരു പോയമാണ് പഠിക്കാനുള്ളത്. ബ്ലോവിങ് ഇൻ ദ വിൻഡ്, കാറ്റ് പറഞ്ഞ് നടക്കുന്നത്. ലൈക്ക് സിനിമ, song in the music album are also very popular as they are rendered as audio-visual treats. Here is a song written by Bob Dylan, one of the prominent musicians of the United States of America. This song has been described as an anthem of 1916's civil rights movement. Okay, let's have some basic information about the author. Bob Dylan was born May 24, 1941. Is an American singer, songwriter, artist and writer. His early songs such as Blowin in the Wind and The Times they are a changing become anthem for the American civil rights and anti-war movement. His mid-1916s recording, backed by rock musician, climbed the heights of United Music charts. He won the Nobel Prize in Literature for his contribution to music in 2016. Blowing in the Wind, കാറ്റ് പറഞ്ഞ് നടക്കുന്നത്. ഈ കവിതയുടെ തീം എന്ന് പറയുന്നത്, the theme of the poem is that everyone talks about the banning of weapon and ending of war and bringing peace and freedom. എല്ലാവരും ആയുധങ്ങൾ നിരോധിക്കുന്നതിനെക്കുറിച്ചും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ആൻഡ് ബ്രിങ്ങിങ് പീസ് ആൻഡ് ഫ്രീഡം, സമാധാനം കൊണ്ടുവരാനും സ്വാതന്ത്ര്യം കൊണ്ടുവരാനുമാണ് സംസാരിക്കുന്നത്. ബട്ട് വെൻ ആർ ദേ ഗോയിങ് ടു ബി റിയലൈസ്ഡ്, പക്ഷേ ഇതൊക്കെ എന്ന് യാഥാർത്ഥ്യമാവാനാണ്. പീപ്പിൾ ഷുഡ് റൈസ് ദെയർ വോയിസ് അഗെൻസ്റ്റ് ഇൻജസ്റ്റിസ്, ഡു ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. ജനങ്ങൾ ഷുഡ് റൈസ് ദെയർ വോയിസ് അഗെൻസ്റ്റ് ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെ അവരുടെ ശബ്ദമുയർത്തണം. ഡു ദെയർ റെസ്പോൺസിബിലിറ്റീസ്, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഫൈറ്റ് ഫോർ ദെയർ ഫ്രീഡം, ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കണം, യുദ്ധം ചെയ്യണം. ഇതാണ് കവിതയുടെ തീം എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ ലൈൻസ് ഓഫ് ദി പോയം. ഈ പോയം 9 റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്താണ് ഈ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, എവ്രി വൺ നോൺസ് ദിസ് ആൻസർ ആൻഡ് നോ ആൻസർ ഈസ് എക്സ്പെക്റ്റഡ്. ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ അവിടെ ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾക്കാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ 9 ക്വസ്റ്റ്യൻസ് ആണ് ഈ പോയത്തിലുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ ലൈൻസ് ഓഫ് ദിസ് പോയം. Blowing in the wind. How many roads must a man walk down before you call him a man? ഒരാൾ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പ് അയാൾ എത്ര പാതകളിൽ കൂടി സഞ്ചരിക്കണം. അതായത് ഹൗ മച്ച് എ മാൻ മസ്റ്റ് സഫർ ഓർ എക്സ്പീരിയൻസ് in life before he is recognized as a human being. ഒരു മനുഷ്യനായി തീരാൻ അയാൾ എത്രത്തോളം സഹിക്കണം, എത്രത്തോളം അനുഭവിക്കണം. റോഡ്സ് മീൻസ് എക്സ്പീരിയൻസ്, സഫറിങ് എന്നൊക്കെയാണ് അർത്ഥം. നെക്സ്റ്റ്, ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ ബിഫോർ ഷീ സ്ലീപ്പ് ഇൻ ദ സാൻഡ്. മണൽക്കാട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ്
ഒരു വെള്ളരിപ്രാവ് എത്ര സമുദ്രങ്ങൾ താണ്ടണം? അതായത് വേർ ക്യാൻ എ വൈറ്റ് ഡോവ് ഫൈൻഡ് എ പീസ്ഫുൾ പീസ് ഓഫ് ലാൻഡ് ഇൻ ദിസ് വേൾഡ് ഫോർ ഹെർ ടു സ്ലീപ്പ് പീസ്ഫുള്ളി. ഒരു വെള്ളരിപ്രാവിന് സമാധാനത്തോടുകൂടെ ഭൂമിയിൽ ഉറങ്ങാൻ പറ്റിയ ഒരു ഇടം തേടി എത്ര സമുദ്രങ്ങൾ താണ്ടേണ്ടതുണ്ട് എന്നാണ്. വേർ ക്യാൻ എ വൈറ്റ് ഡോവ് ഫൈൻഡ്, എവിടെ കണ്ടെത്താൻ സാധിക്കും എ പീസ്ഫുൾ പീസ്, ഒരു സമാധാനത്തോടെയുള്ള ഒരിടം ഓഫ് ലാൻഡ് നമ്മുടെ ഈ ഭൂമിയിൽ, ഇൻ ദിസ് ഫോർ ഹെർ ടു സ്ലീപ്പ് പീസ്ഫുള്ളി, സമാധാനത്തോടുകൂടി ഉറങ്ങാനുള്ള സ്ഥലം എവിടെ നിന്ന് കിട്ടാനാണ്? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കനോൺ ബോൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്. എന്നേക്കും നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പീരങ്കിയുണ്ടകൾ എത്ര തവണ പറക്കണം? അതിൻ്റെ ആശയം where are actually the ban on weapon and the end of war going to be realized? എന്നാണ് ഈ വെപ്പണും യുദ്ധവുമില്ലാത്ത ഒരു സമയം യാഥാർത്ഥ്യമാവുക? when are actually the ban on weapons and the end of war going to be realized? ഈ സ്റ്റാൻസയിൽ റോഡ്സ് മീൻസ് എക്സ്പീരിയൻസ് സഫറിങ്, വൈറ്റ് ഡോവ് എന്നതിൻ്റെ അർത്ഥം പീസ് എന്നാണ്, സമാധാനം. കനോൺ ബോൾസ് എന്ന് പറഞ്ഞാൽ യുദ്ധം, വയലൻസ് എന്നാണ്. ഇതൊക്കെ സിമ്പിൾസുകളാണ്, സിംബോളിസമാണ്, സിംബോളിക് ആയിട്ട് ഉപയോഗിച്ച കാര്യങ്ങളാണ്. റോഡ്സിനെ എക്സ്പീരിയൻസിൻ്റെ അർത്ഥത്തിന്, സഫറിങ്ങിൻ്റെ അർത്ഥത്തിന്, വൈറ്റ് ഡോവിനെ സമാധാനത്തിൻ്റെ അർത്ഥത്തിന്, കനോൺ ബോൾ യുദ്ധം, വയലൻസ് എന്നതിൻ്റെ അർത്ഥത്തിന് ഉപയോഗിച്ചതാണ്. ഇതിലെ അവസാനത്തെ വരി, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. എൻ്റെ ഇതിനൊക്കെയുള്ള ഉത്തരം എൻ്റെ സുഹൃത്തെ കാറ്റ് പറഞ്ഞ് നടപ്പുണ്ട്. Answer to all these questions are known to all as they are blowing in the wind. People need only open their eyes and ears to catch them. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പീപ്പിൾ നീഡ് ഓൺലി ഓപ്പൺ ദയർ ഐസ്, ജനങ്ങൾ അവരുടെ കണ്ണൊന്ന് തുറന്നാൽ മതി. ആൻഡ് ഇയേഴ്സ്, അവരുടെ കാതും, ടു ക്യാച്ച് ദം, അവയെ പിടിക്കാൻ വേണ്ടിയിട്ട്, അവയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അവയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണും കാതും തുറന്നിരുന്നാൽ മതി എന്നാണ് കവി പറയുന്നത്. ഉത്തരങ്ങൾ ഇവിടെ പറന്ന് നടക്കുന്നുണ്ട്. ഈ രണ്ട് വരികൾ, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്, ഈ രണ്ട് വരികൾ ആവർത്തിക്കുന്നുണ്ട്, 3 തവണയായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഇതിനാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. ഒരു പോയറ്റിക് ഡിവൈസാണ് ഇത്. റിഫ്രൈൻ ആവർത്തിക്കുന്നതിന് റിഫ്രൈൻ എന്നാണ് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുക. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ? സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നതിന് മുമ്പ് ഒരു പർവ്വതം എത്ര നാൾ നിലനിൽക്കണം? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹൗ ലോങ് ക്യാൻ ദ മൈറ്റി ഡിക്റ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതികൾ, എക്സിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മോർ പവർഫുൾ സീസ് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. അതായത് മൗണ്ടെയിൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ദ പവർ ഓഫ് ഒപ്രസീവ് ലീഡേഴ്സ് എന്നാണ്, റൂളേഴ്സ്. അതായത് സ്വേച്ഛാധിപതികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ റൂളർ, ഭരണാധികാരി, അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ ഭരിക്കാം. പ്രജകൾക്കോ
ബാക്കിയുള്ളവർക്ക് ഒരു സ്ഥാനവുമില്ല. അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഭരിക്കുക. അതാണ് ദ പവർഫുൾ ഒപ്രസീവ് റൂളർ എന്ന് പറയുന്നത്. ഡിക്റ്റേറ്റേഴ്സ്, അവർക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഇൻ ഫ്രണ്ട് ഓഫ് ദ മോർ പവർഫുൾ സീസ് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്ന കടലിന് മുൻപിൽ ആ പർവ്വതങ്ങൾക്ക് എത്ര പിടിച്ചു നിൽക്കാൻ കഴിയും, ആ സ്വേച്ഛാധിപതികൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മൗണ്ടെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ. സീ എന്ന് പറഞ്ഞാൽ കടൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ദ പവർ ഓഫ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ്, ജനങ്ങളുടെ ശക്തിയാണ്. അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ അവരെ സംരക്ഷിക്കുന്ന ശക്തിയാണ് സീ എന്ന് പറയുന്നത്, കടൽ. അപ്പോൾ കടലിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഇനി നെക്സ്റ്റ്, യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. സ്വതന്ത്രമാക്കപ്പെടുന്നതിന് മുമ്പ് ചില മനുഷ്യർ എത്ര വർഷങ്ങൾ കാത്തിരിക്കണം? അതായത് ഹൗ ലോങ് ക്യാൻ ദ പീപ്പിൾ ഓഫ് എ കൺട്രി ബി കെപ്റ്റ് ഇൻ സ്ലാവറി ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. ജനങ്ങൾ ഫ്രീ ആയി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്ര നാൾ ഇങ്ങനെ ഒരു ഭരണാധികാരിക്ക് കീഴിൽ അടിമകളായി സൂക്ഷിക്കാൻ കഴിയും? യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് that he just doesn't see. ഒന്നും കാണില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് എത്ര തവണ തല വെട്ടിച്ചിരിക്കാൻ കഴിയും? ഒന്നും കാണില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ട്. ഹൗ ലോങ് ക്യാൻ എ മാൻ ടേൺ അവേ ഹിസ് ഹെഡ് ഫ്രം റിയാലിറ്റീസ് ആൻഡ് പ്രിറ്റൻഡ് ടു ബി ഡീഫ്, ഡം ആൻഡ് ബ്ലൈൻഡ്. ഒരു മനുഷ്യന് എത്രത്തോളം റിയാലിറ്റിയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കഴിയും? അതായത് ദ ഒപ്രസീവ് റൂളേഴ്സ് ആൻഡ് ദ ഒപ്രസ്ഡ് പീപ്പിൾ, അതാണ് അവരിൽ നിന്ന് എത്രത്തോളം മറഞ്ഞിരിക്കാൻ സാധിക്കും? ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്കെതിരെ പ്രതിഷേധിക്കാതെ എത്ര കാലം നമ്മളിങ്ങനെ തലവെട്ടിച്ച് നടക്കുമെന്നാണ് കവി ചോദിക്കുന്നത്. അതിനുശേഷവും ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. ഉത്തരം കാറ്റിലൂടെ പറന്ന് നടപ്പുണ്ട്. നമ്മൾ കണ്ണു തുറന്നിരിക്കുക, എന്നാൽ അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് ലഭിക്കും എന്നാണ് കവിത. അത് റിഫ്രൈനാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുക. യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ. ആകാശം കാണാൻ കഴിയുന്നതിന് മുമ്പ് ഒരാൾ എത്ര തവണ മുകളിലേക്ക് നോക്കിയിരിക്കണം? യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ. സ്കൈ മീൻസ് ദ അൺലിമിറ്റഡ് ഫ്രീഡം. വെൻ ആർ ദ പീപ്പിൾ ഗോയിങ് ടു റിയലൈസ് ദ വാല്യൂ ഓഫ് ഫ്രീഡം. എപ്പോഴാണ് ജനങ്ങൾ ഈ ഫ്രീഡത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക? ഇതാണ് ഇതിൻ്റെ അർത്ഥം. എപ്പോഴാണ് ജനങ്ങൾ ഈ ഫ്രീഡം, സമാധാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക? യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. മനുഷ്യരുടെ കരച്ചിൽ, മനുഷ്യരുടെ രോദനം കേൾക്കാൻ ഒരാൾക്ക് എത്ര കർണങ്ങൾ വേണം, എത്ര ചെവികൾ വേണം? ഇവിടെ വൈ ഡു ദ പീപ്പിൾ ഇഗ്നോർ ദ ക്രൈ ഓഫ് ഹിസ് ഫെലോ ബീയിങ്സ് ഹു ആർ ടോർച്ചേർഡ് ആൻഡ് സഫറിങ് ഇൻ ലൈഫ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ ഫെലോ ബീയിങ്സ് ആയിട്ടുള്ള സഹജീവികൾ അവരുടെ കരച്ചിൽ എന്തുകൊണ്ട് അവർ അറിയുന്നില്ല? എന്തുകൊണ്ട് അതിനെ അജ്ഞരായി പോകുന്നു? ഹു ആർ ടോർച്ചേർഡ് ആൻഡ് സഫറിങ് ഇൻ ലൈഫ്. അവർ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് അവരുടെ കരച്ചിൽ ജനങ്ങൾ കേൾക്കുന്നില്ല?
അവർക്ക് കരച്ചിൽ കേൾക്കാൻ എത്ര ചെവികൾ വേണം എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് till he knows that too many people have died. നിരവധി പേർ മരിച്ചു കഴിഞ്ഞു എന്നറിയാൻ എത്ര മരണങ്ങൾ നടക്കണം? How many people should die before the rulers and the ruled realize that too many have died? ഭരണാധികാരികൾ ധാരാളം ആൾ മരിച്ചിട്ടുണ്ട് എന്നറിയാൻ എത്ര പേരെ ഇനിയും കൊല്ലണം, എത്ര പേര് ഇനിയും മരിക്കണം? When are the authorities going to take measures to prevent bloodshed and killing? ഈ കവിതയിൽ അതിൻ്റെ അവസാനം the answer my friend in blowing in the wind, the answer is blowing in the wind. ഉത്തരം കാറ്റിലൂടെ പറന്നു നടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണു തുറന്നു നോക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം ലഭിക്കും. Answer to all these questions are known to all as they are blowing in the wind. People need only open their eyes and ears to catch them. ഇതുകൊണ്ട് ഈ കവിതയുടെ പ്രധാന ആശയം ലോകത്തൊട്ടാകെ മനുഷ്യൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും മനുഷ്യൻ്റെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു. ഇങ്ങനെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഇല്ലാതാക്കാൻ എത്ര നാളിവിടെ കാത്തിരിക്കണം? കവി ഇങ്ങനെ പരോക്ഷമായി മറുപടി പ്രതീക്ഷിക്കാത്ത ചോദ്യമായി ചോദിക്കുകയാണ്. ഉത്തരം കാറ്റിലൂടെ പറന്ന് നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം. അതുകൊണ്ട് ചെവിയൊന്ന് തുറന്നിരിക്കുകയേ വേണ്ടൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് കവിത. ഇതിലെ പോയറ്റിക് ഡിവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംബോളിക്കായിട്ട് ഉപയോഗിച്ച പദങ്ങളുണ്ട്. റോഡ്സ്, എക്സ്പീരിയൻസ്, അതുപോലെ സഫറിങ്, എക്സ്പീരിയൻസസ്, സഫറിങ്. വൈറ്റ് ഓഫ് പീസ്, കാനോൺ ബോൾ എന്ന് പറഞ്ഞാൽ വാർസ്, വയലൻസ്, ഇതൊക്കെ നമുക്ക് സിംബോളിക്കായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണം കൊടുക്കാം. പിന്നെ റിഫ്രൈൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിച്ചിട്ടുണ്ട്. ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന വരി റിഫ്രൈൻ ആണ്. അതുപോലെ മറ്റൊന്നാണ് മൗണ്ടെയിൻ, ദ പവർ ഓഫ് ഒപ്രസീവ് റൂളർ, സീ ദ പവർ ഓഫ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ്. പിന്നെ സ്കൈ എന്നുള്ളതിന് ദ അൺലിമിറ്റഡ് ഫ്രീഡം, അതിന് പകരം സ്കൈ എന്ന് ഉപയോഗിച്ചു. പിന്നെ മറ്റൊന്നാണ് എട്ടാമത്തെ ചോദ്യത്തിൽ യെസ്, ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. ജനങ്ങളുടെ കരച്ചിലിനെ നമുക്ക് വേണമെങ്കിൽ ഓഡിറ്ററി ഇമേജ് ആയിട്ട് സങ്കല്പിക്കാം, വേണമെങ്കിൽ ഉദാഹരണമാക്കി കൊടുക്കാം. ജനങ്ങളുടെ കരച്ചിൽ അത് കേൾക്കലാണല്ലോ, ആ കരച്ചിൽ വേണമെങ്കിൽ ഓഡിറ്ററി ഇമേജ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഇതിൽ അല്ലിട്രേഷൻ്റെ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ഒന്നാമത്തെ വരിയിൽ തന്നെ ഹൗ മെനി എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ മെനി, മസ്റ്റ്, മാൻ, എന്നുള്ള ശബ്ദം അതിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ലൈനിൽ ബിഫോർ സ്ലീപ്പ് ഷീ സ്ലീപ്പ് സാൻഡ്, അവിടെ അല്ലിട്രേഷൻ്റെ ഉദാഹരണമുണ്ട്. പിന്നെ അങ്ങനെ ഓരോ വരിയിലും അല്ലിട്രേഷൻ്റെ ഉദാഹരണങ്ങളുണ്ട്. ഇതൊക്കെ പോയറ്റിക് ഡിവൈസാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ പാഠം നന്നായി പഠിക്കുക, കിട്ടാത്ത കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.